പുത്തൻപള്ളി ഭാഗത്ത് 90% മഴ. ലിയോസ് മൺസൂൺ ധമാക്ക. ശനി ഞായർ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 90% വരെ ഡിസ്കൗണ്ട്. 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. സ്മാർട്ട് പ്ലാനിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണ്ണം വാങ്ങാവുന്ന സേവിംഗ്സ് പ്ലാനുകൾ ജൂലൈ 31 വരെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ശക്തമായ മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ പൂമല ഡാമിന്റെ ഒരു സ്പിൽവേ ഷട്ടർ തുറന്നു. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ ഡാമിലെ ജലനിരപ്പ് 3ാം ഘട്ട മുന്നറിയിപ്പ് പരിധിയായ 28 അടിയിൽ എത്തിയതിനെ തുടർന്നാണ് നടപടി. ഒരു ഷട്ടർ 0.5 സെന്റിമീറ്ററാണ് നിലവിൽ ഉയർത്തിയിട്ടുള്ളത്. ഡാമിന്റെ പരമാവധി ജലസംഭരണ ശേഷി 29 അടിയാണ്. നിലവിൽ ജലനിരപ്പ് 28 അടിയിലെത്തി. മുൻകരുതലിന്റെ ഭാഗമായാണ് ഒരു സ്പിൽവേ ഷട്ടർ 0.5 സെന്റിമീറ്റർ ഉയർത്തിയത്. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി, അസിസ്റ്റന്റ് എഞ്ചിനീയർ KR സുനീഷ്, മുളങ്കുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു അജയകുമാർ, വില്ലേജ് ഓഫീസർ സമീറ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PN മനോജ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഷട്ടർ ഉയർത്തിയത്. അതേസമയം ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുകയാണ്. പൂമല ഡാം 29 അടി വരേക്ക് നമുക്ക് വെള്ളം പിടിക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ 28 ആയപ്പോൾ തന്നെ നമുക്ക് ഒരു നിയന്ത്രണത്തിന് വേണ്ടി പെട്ടെന്ന് ഒറ്റയടിക്ക് വെള്ളം തുറന്നു വിടാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് 0.5 ഷട്ടർ ഇപ്പോൾ ഉയർത്തിയിട്ടുള്ളത്. മഴ കുറയാണെങ്കിൽ അത് ഉടനെ താത്താനും കഴിയും. അപ്പോൾ വല്ലാതെ വെള്ളം അധികരിക്കുമ്പോൾ കളക്ടറുടെ ഒക്കെ തന്നെ ഓർഡർ ലഭിക്കുന്നതിന് സമയം പോകാതിരിക്കുന്നതിന് വേണ്ടി മൈനർ ഇറിഗേഷനും മേജർ ഇറിഗേഷനും പ്രത്യേകിച്ച് ഡാമുകളുടെ കാര്യത്തിലുള്ള ക്രമീകരണത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ജില്ലയിൽ ആദ്യത്തെ ഷട്ടർ വളരെ ചെറിയ അളവിലാണെങ്കിലും തുറക്കുന്ന നടപടിയാണ് നടന്നിട്ടുള്ളത്. പൂമല ഡാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. പുഴയ്ക്കൽ തോട് വഴിയാണ് വെള്ളം പോവുക. എല്ലാ സ്ഥലത്തും ജാഗ്രത പാലിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നേരത്തെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, പ്രകൃതി മനോഹരമായ പൂമലയെ ആ നിലയിൽ തന്നെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. ഏകദേശം 3,85,00,000 രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് പാർക്ക് നവീകരണം, അതുപോലെ തന്നെ നമ്മുടെ BTPCയുടെ ഹാള് പുതുതായി പണിതു. ഇനിയിപ്പോൾ ബോട്ട് ജെട്ടി പുതുതായി പണിയാൻ വേണ്ടി പോവുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ഈ ഡാമിന്റെ എല്ലാ അംശങ്ങളും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളും കാണുന്നതിന് കഴിയത്തക്ക രീതിയിൽ ഒരു 5-5.5 കിലോമീറ്റർ ദൂരം ഒരു പാത്വേ തന്നെ സൃഷ്ടിക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഇവിടെ വെള്ളം തുറന്നു വിട്ടെടുത്തുനിന്ന് അപ്പുറത്തേക്ക് കിടക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു സ്റ്റീൽ ബ്രിഡ്ജ് ഉൾപ്പെടെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു വരുന്നത്. അപ്പോൾ ടൂറിസം വികസിപ്പിക്കുന്നതിനും ഒപ്പം തന്നെ കുടിവെള്ളം, അതുപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ വെള്ളത്തിന്റെ സാധ്യതകൾ ഒരു അക്ഷയ പാത്രം എന്ന രീതിയിൽ തന്നെ നമുക്ക് പൂമല ഡാമിനെ സംരക്ഷിക്കാൻ കഴിയണം. തീർച്ചയായും ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ടൂറിസം ഡിപ്പാർട്ട്മെന്റും ഒക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട്. ഡാമിന്റെ എല്ലാ അതിർത്തിയും തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഡിജിറ്റൽ സർവേ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ സാധ്യതകൾ അതിൻ്റെയൊക്കെ ഭാഗമായി നമുക്ക് തുറന്നു കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു.